എക്സലിൽ വളരെ ഉപയോഗപ്രദമായ ഒരു ഓപ്ഷനാണ് സോർട്ട് എന്നുള്ളത്. സോർട്ട് കൊണ്ട് പല ഗുണങ്ങളുണ്ട്. നമുക്കത് എക്സാമ്പിളിലൂടെ നോക്കാം. നമ്മുടെ ഡാറ്റാബേസ് തയ്യാറാണ്. ഒരു സ്റ്റോക്ക് ലിസ്റ്റാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഇതിന് പകരം സ്റ്റുഡൻറ്റ് ലിസ്റ്റോ അതല്ലെങ്കിൽ നിങ്ങൾ എംപ്ലോയിയുടെ ലിസ്റ്റോ ഏതോ ആവാം. നമ്മൾ കൃത്യമായ ഡാറ്റാബേസ് നമ്മുടെ ഡാറ്റ ഇവിടെ ടൈപ്പ് ചെയ്ത ശേഷം ഡാറ്റയിൽ എവിടെയെങ്കിലായിട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ഡാറ്റ മെനുവിൽ സോർട്ട് ക്ലിക്ക് ചെയ്യാം. ഇതിന് തൊട്ടിപ്പുറത്ത് കാണുന്ന AZZT നിങ്ങൾക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ കോളം സോർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ സോർട്ട് വെച്ച് ചെയ്യുമ്പോൾ കൂടുതൽ ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പം ഞാനത് സോർട്ട് ക്ലിക്ക് ചെയ്യുന്നു. അപ്പം അതിൽ ഫസ്റ്റ് ഞാൻ സെലക്ട് ചെയ്യുന്നത് ഐറ്റം ആണ്. ഐറ്റം ഞാൻ സോർട്ട് ചെയ്യുന്നു. A to Z എന്ന് കൊടുക്കുന്നു. ഓക്കെ. ഇത് A to Z ഓർഡറിൽ ഐറ്റം സോർട്ട് ചെയ്തിട്ട് കാണാം. ആദ്യം ആപ്പിൾ വരാനുള്ള കാരണം അത് A ആണ്. പിന്നെ ബനാന, ക്യാരറ്റ്, മാംഗോ, ഓറഞ്ച്. ഈ രീതിയിൽ നമ്മൾ സാധാരണ സ്കൂളുകളിൽ കുട്ടികളെയും മറ്റൊക്കെ നമ്മൾ സോർട്ട് ചെയ്തെടുക്കാറുണ്ട്. നമ്മുടെ പല ഡാറ്റാബേസ് നമ്മൾ സോർട്ട് ചെയ്തെടുക്കാറുണ്ട്. ഇതിന് പകരം നമ്പറിന്റെ അടിസ്ഥാനത്തിൽ 1 2 3 4 എന്ന രീതിയിലും സോർട്ട് ചെയ്തെടുക്കാം. ഇത് തിരിച്ച് ഞാൻ സോർട്ട് എടുത്തിട്ട് Z to A ആണെങ്കിൽ നേരെ തിരിച്ചു വരും. അതേപോലെ ഞാനിപ്പോൾ ടൈപ്പ് എടുത്തു കഴിഞ്ഞാൽ ടൈപ്പിൽ നമുക്ക് കാണാം ഇത് രണ്ട് ടൈപ്പുകൾ, ഫ്രൂട്ട്സും വെജിറ്റബിളും. അപ്പോൾ ആദ്യം F വരുന്നു, പിന്നെ V വരുന്നു. പക്ഷെ ഒരുപോലുള്ള ഒന്നിലധികം ഐറ്റം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്നിച്ചു വരുന്നത് നമുക്കിവിടെ കാണാം. അതേപോലെ തന്നെ അടുത്ത ഓപ്ഷനാണ് നമുക്ക് നമ്പർ എങ്ങനെ സോർട്ട് ചെയ്യാം. അതേപോലെ സെയിൽസ് ഞാൻ സോർട്ട് ചെയ്യുന്നു. ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് കൊടുക്കുന്നു. ഏറ്റവും കൂടുതൽ സെയിൽസ് നടത്തി ആദ്യം കാണിക്കുന്നു, ഏറ്റവും കുറവുള്ളത് അവസാനം കാണിക്കുന്നു. തിരിച്ച് കാണിക്കണമെങ്കിൽ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് കൊടുക്കാം. അപ്പം ഇങ്ങനെ നമുക്ക് സോർട്ട് ചെയ്യാമെന്നർത്ഥം. പക്ഷെ സോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സോർട്ട് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ മൈ ഡാറ്റ ഹാസ് ഹെഡേഴ്സ് എന്നൊരു ടിക്ക് ബോക്സ് ടിക്ക് ചെയ്തിട്ട് ഓൾറെഡി ഉണ്ട്. അത് സാധാരണഗതിയിൽ എപ്പോഴും ടിക്ക് ചെയ്യുക. കാരണം എങ്കിൽ മാത്രമാണ് നമ്മുടെ ആദ്യത്തെ കോളം ആദ്യത്തെ റോ നമുക്ക് ഹെഡിങ് ആയിട്ട് കിട്ടുക. അപ്പം നമുക്ക് നോക്കുന്ന സമയത്ത് ഹെഡിങ് ഐറ്റം ടൈപ്പ് സെയിൽസ് ഹെഡിങ് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അത് സോർട്ട് ആവുന്നില്ല. ഞാൻ ആ ടിക്ക് മാർക്ക് ഒഴിവാക്കിയ ശേഷം സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ഐറ്റം കൂടി സോർട്ട് ആകുന്നതായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ ഹെഡിങ് ആവശ്യമുണ്ടെങ്കിൽ ആ മൈ ഡാറ്റ ഹാസ് ഹെഡേഴ്സ് എന്ന ഓപ്ഷൻ നമ്മൾ എടുക്കുക. ഇനി നമ്മളിപ്പോൾ ഫ്രൂട്ട്സ് ഒന്നുകൂടി സോർട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ ഒന്നിച്ചു വന്നല്ലോ. അതിൽ ഈ ഫ്രൂട്ട്സിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് ഉള്ളത് ആദ്യം കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് സോർട്ടിൽ ആഡ് ലെവൽ എടുക്കാം. അതായത് നിലവിലുള്ള ഒരു സോർട്ടിന്റെ അണ്ടറിൽ വേറൊരു ഫീൽഡ് സോർട്ട് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ടൈപ്പിന് താഴെ ടൈപ്പിനെ മാത്രം അടിസ്ഥാനമാക്കി നമ്മൾ സെയിൽസ് കൂടി ഹയസ്റ്റ് സോർട്ട് ചെയ്യുന്നു. അപ്പോൾ ടൈപ്പാണ് ആദ്യം സോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ടൈപ്പ് ഒരുപോലെ വന്നു കഴിഞ്ഞാൽ അത് സെയിൽസ് സോർട്ട് ആകും. നമുക്ക് നോക്കാം. അവിടെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. ഒരുപോലെ ഫ്രൂട്ട്സ് വരുമ്പോൾ അതിൽ ഹയസ്റ്റ് സെയിൽസ്, അതിൽ ഫ്രൂട്ട്സ് ഒരുപോലെ വരുമ്പോൾ ഫ്രൂട്ട്സിൽ സെയിൽസ് എന്നത് സോർട്ടായിട്ട് 80 20 20 ഒക്കെ കാണാം. പിന്നീട് വെജിറ്റബിൾ. അപ്പോൾ ഓരോ ഐറ്റത്തും ഏറ്റവും കൂടുതൽ സെയിൽസ് നടന്നത് ഏത് ഐറ്റം ആണെന്ന് കാണാൻ പറ്റും. നമ്മൾ സെലക്ട് ചെയ്ത് ആദ്യം ടൈപ്പ് സോർട്ട് ചെയ്തു, എന്നിട്ട് അതിന് താഴെ സെയിൽസ് സോർട്ട് ചെയ്തു. ഇത് കളയണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ലെവൽ അടിച്ചാൽ മതി. വളരെ ഉപയോഗപ്രദമായ ഒരു ഫംഗ്ഷനാണ് സോർട്ട് എന്ന് പറയുന്നത്. താങ്ക് യു.